ഹായ് ഫ്രണ്ട്സ്, ഷനികൃഷ് ടാരറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, തേർഡ് പാർട്ടിയെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. Ten of Wands, King of Wands, Ten of Pentacles, the World, Knight of Swords, Ace of Wands. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ വന്നിരിക്കുന്ന ടെൻ ഓഫ് വാൺസ് ആണ്. നിങ്ങൾക്കിടയിലുള്ള കുറേ പ്രശ്നങ്ങൾ കാരണം, കുറേ സങ്കടങ്ങൾ കാരണം, കുറേ വഴക്കുകൾ കാരണം അതിങ്ങനെ ചുമന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കുറച്ച് പേർക്കെല്ലാം നിങ്ങളുടെ ജീവിതത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കും. ആ റെസ്പോൺസിബിലിറ്റി ഈ ബന്ധത്തിൽ കൂടുതലും നിങ്ങൾ എടുക്കുന്നതും അല്ലെ, ആ റെസ്പോൺസിബിലിറ്റി ചുമന്ന് നിങ്ങൾക്കതൊരു ഭാരമായിരിക്കാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ലൈഫിലുള്ള പ്രശ്നങ്ങൾ കാരണം, പരസ്പരം വഴക്കുകൾ കാരണം ഇത് നിങ്ങൾക്കിപ്പോൾ ഒരു ഭാരമാവാൻ തുടങ്ങി എന്നാണ് ഇവിടെ കാണുന്നത്. ആ വ്യക്തിയും ചിന്തിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങൾക്കിപ്പോൾ ഈ ബന്ധം ഒരു ഭാരമാവാൻ തുടങ്ങി. നിങ്ങൾക്ക് കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ അനുഭവിച്ച് നിങ്ങൾക്ക് ഇതിനെ അവസാനിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് എൻ്റെ ആയാൽ മതി എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലും നിങ്ങൾക്കിതിൽ നിന്ന് ഒന്ന് ഫ്രീ ആയി ഒന്ന് സമാധാനമായിട്ടിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ബന്ധത്തിനെ എൻ്റെ ആക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് അവർ നിങ്ങളെക്കുറിച്ചിപ്പോൾ ചിന്തിക്കുന്നത്. മേ ബി നിങ്ങൾ തന്നെ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളും വഴക്കുകളും നടക്കുമ്പം തന്നെ ആ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടാവാം, എനിക്കിത് മടുത്തു, എനിക്കിത് മതിയായി, എന്നും പ്രശ്നങ്ങളാണല്ലോ എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവാം. സോ അതൊക്കെ കൊണ്ടും പിന്നെ ചിലപ്പോൾ നിങ്ങളിപ്പോൾ കുറച്ച് ഒരു അകന്ന് നിൽക്കുന്നുണ്ടാവാം. എന്തെങ്കിലും നിങ്ങൾക്കിടയിലുണ്ടായ അസ്വാരസ്യങ്ങൾ മുഖേന നിങ്ങളൊരകൽച്ച പാലിക്കുന്നുണ്ടാവാം. നേരത്തെ നിങ്ങളായിരിക്കും കൂടുതലും ചേസ് ചെയ്ത് നിന്നത്. ബട്ട് ഇപ്പോൾ നിങ്ങൾ കുറച്ച് ഈഗോ പിടിക്കുന്നതായിട്ടും അവർ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബന്ധം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. പിന്നെ അവർ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ നേരത്തെ നിങ്ങളായിരിക്കും കൂടുതലും കമ്മിറ്റ്മെൻറ്റ് കൊടുത്ത് നിന്നിരുന്നത്. ഇത് ലൈഫ് ലോങ് കൊണ്ടുപോകണം നിങ്ങൾ ഒരുപാട് കമ്മിറ്റഡ് ആയിരുന്നു. ഈ ബന്ധത്തിന് വേണ്ടി എല്ലാ ഉത്തരവാദിത്തങ്ങളും നിങ്ങൾ ഏറ്റെടുത്ത് ഈ ബന്ധത്തിനെ ലൈഫ് ലോങ് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്, ഒരുപാട് എഫർട്ട് ഇട്ടിട്ടുണ്ട്, ആത്മാർത്ഥമായി നിങ്ങൾ ഈ ബന്ധത്തിന് വേണ്ടി നിന്നിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് മുഖം തിരിക്കാൻ തുടങ്ങിയോ എന്നുള്ള ഒരു ഡൗട്ട് അവർക്കുണ്ട്. കാരണം നേരത്തെ നിങ്ങൾ പലപ്പോഴും എന്തെങ്കിലും അകൽച്ചയും പ്രശ്നങ്ങളുണ്ടായിരിക്കുമ്പോൾ നിങ്ങൾ മുൻകൈ എടുത്ത് അത് ക്ലോസ് ചെയ്യാൻ, അതിനെ തീർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവും. ബട്ട് ഇപ്പോൾ നിങ്ങൾ അതിനൊന്നും ശ്രമിക്കാതെ സൈലൻ്റ് ആയിട്ടിരിക്കുന്നു എന്നാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങളിപ്പം കുറേ ബോൾഡായിട്ടുണ്ട്. നിങ്ങൾ വളരെ ഒരു സ്ട്രോങ് എനർജിയാണെന്നാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങളിപ്പോൾ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് തീരുമാനമെടുക്കാൻ തുടങ്ങി എന്നും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. പ്രാക്ടിക്കലായിട്ട് നിങ്ങളിപ്പോൾ ചിന്തിക്കാൻ തുടങ്ങി ലൈഫിനെക്കുറിച്ച് എന്നും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ഇവിടെ വന്നിരിക്കുന്നത് ടെൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അവർ നിങ്ങളോടൊപ്പം ഒരു ഹാപ്പി ഫാമിലി ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ഇവിടെ 2 10 വന്നിരിക്കുന്നത്. ഒരു 10 എന്ന് പറയുമ്പോൾ ഒരു എൻഡിങ് ആൻഡ് ഒരു ന്യൂ ബിഗിനിങ്ങിന് വേണ്ടി ആഗ്രഹിക്കുന്നു. നിങ്ങൾ മാത്രമല്ല, ഇവിടെ ഏസ് ഓഫ് വാൺസും വന്നിട്ടുണ്ട്. ഒരു 3 കാർഡ്സാണ് ഒരു ന്യൂ ബിഗിനിങ്സിന് അവർ ആഗ്രഹിക്കുന്ന കാർഡ് വന്നിരിക്കുന്നത്. ഈ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ച് ഒരു എൻഡിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളോടൊപ്പം ഒരു ഹാപ്പി ഫാമിലിയായിട്ട് സക്സസ്ഫുള്ളായിട്ട് എല്ലാ കാര്യത്തിലും, ഇമോഷണലി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും അല്ല പണത്തിൻ്റെ കാര്യത്തിലും സക്സസ്സിലായാലും എല്ലാറ്റിലും നല്ല രീതിയിൽ മുമ്പോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാർഡും ഇവിടെ ഉണ്ട്. ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ കാർഡും കൂടെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ദ വേൾഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അകൽച്ചയും പ്രശ്നങ്ങളും വന്നതുകൊണ്ട് തന്നെ അതിനൊരു ചേഞ്ച് വരണം, ഈ സിറ്റുവേഷൻസ് എല്ലാം അനുകൂലമായി വരണം എന്നും അവർ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി അവർ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്നാണ് കാണുന്നത്. സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾക്ക് കുറച്ച് എഗൻസ്റ്റ് ആയിരുന്നിരിക്കാം, അതുകൊണ്ടാണ് ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നത്, പുറത്തുള്ള കാരണങ്ങൾ എന്നാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ നമുക്കെപ്പോഴും കൂടുതൽ പ്രശ്നങ്ങൾ വരാം. നമുക്കുള്ളിലുള്ള കുറേ മൈൻഡിലുള്ള ഈഗോയും നമ്മുടെ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അതൊക്കെ കൊണ്ടാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷേ അവർ ആഗ്രഹിക്കുന്നത് എന്താണ്, ഈ സിറ്റുവേഷൻസ് മാറണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിൽ ഈ പ്രശ്നങ്ങളെല്ലാം മാറി എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വരണം. നിങ്ങൾ തമ്മിൽ ഒരു നല്ല രീതിയിൽ നല്ലൊരു ഫ്യൂച്ചറിനെ നോക്കി നല്ല പ്ലസൻറ്റബിളായിട്ടുള്ള, ഇതുവരെ പ്രശ്നങ്ങളും സങ്കടവും ആയിരുന്നെങ്കിൽ ഇനി അങ്ങോട്ട് സ്മൂത്തായിട്ട് സന്തോഷമായിട്ട്
പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളിപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ്. അതായത് നിങ്ങളിപ്പോൾ നേരത്തെ കുറച്ച് അവർ നിങ്ങളെ കൺട്രോൾ ചെയ്യാനൊക്കെ നോക്കുമ്പോൾ നിങ്ങളൊരു അവർ ജയിക്കാൻ കഴിയാത്ത ഒരു എനർജി നിങ്ങളെപ്പോഴും ഒരു പടി താഴെ നിൽക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അവരോട് പൊരുതി ജയിക്കാൻ പറ്റാത്ത ഒരു എനർജിയിലായിരുന്നു നിങ്ങൾ. ബട്ട് ഇപ്പോൾ നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള എനർജിയാണെന്നും നിങ്ങൾ വളരെ റൈറ്റായിട്ട് സ്ട്രോങ് ആയിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങളിപ്പം എല്ലാ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നുവെന്നും നിങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് നേരത്തെ നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനങ്ങളുണ്ടായിരിക്കില്ല, ബട്ട് ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ തീരുമാനങ്ങളുണ്ട്. എന്നോട് ഇങ്ങനെയാണെങ്കിൽ മതി, അങ്ങനെയൊക്കെയുള്ള ഒരു സ്ട്രോങ് എനർജിയിൽ നിങ്ങൾ നിൽക്കുന്നു എന്നും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു. അതുകൊണ്ട് തന്നെ പഴയതുപോലെ അവർക്ക് ആ ഒരു പഴയ വ്യക്തിയായിട്ടിരുന്നാൽ സെറ്റാവില്ല ഇനിയെന്നും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ആൾറെഡി പറഞ്ഞു, ഏസ് ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. നിങ്ങളോടൊപ്പം ഒരു ന്യൂ ബിഗിനിങ്സ് അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങളുടെ അടുത്ത് വരണം, സംസാരിക്കണം എന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല, നിങ്ങളുടെ ലൈഫിലും നിങ്ങൾ നിങ്ങളുടെ കരിയറിനെ, അല്ലെങ്കിൽ നിങ്ങളുടെ പഠിപ്പായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു പല കാര്യങ്ങളിലും നിങ്ങൾക്കൊരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടായി, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യും. നിങ്ങളുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ്സ് വരും. അതുപോലെ അല്ലെങ്കിൽ അവരില്ലെങ്കിലും നിങ്ങളുടെ ലൈഫിൽ പുതിയൊരു വ്യക്തി കടന്നു വരും എന്നും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ബോട്ടത്തിൽ 6 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. നിങ്ങളോട് ഒരു പല കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടില്ല, ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് നിങ്ങൾക്ക് തന്നിട്ടില്ല. നിങ്ങൾ അങ്ങോട്ടിട്ട എഫർട്ടൊന്നും ആ വ്യക്തി ഇങ്ങോട്ട് തന്നിട്ടില്ല എന്നും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഈ ബന്ധത്തെ അവർ അത്ര സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല, ഒരു കാഷ്വലായിട്ട് എടുത്തു എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് തന്നാൽ മാത്രമേ ഈ ബന്ധം സ്മൂത്തായിട്ട് പോകൂ എന്നും അവർക്കൊരു തോട്ടുണ്ട്. ഇതാണ് നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ തോട്ട്സ്. ഇനി നമുക്ക് അവർ തേർഡ് പാർട്ടിയെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നോക്കാം. രണ്ട് കാരണം വന്നിട്ടുണ്ട്. 6 ഓഫ് വാൻഡ്സും 2 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ഓക്കെ, 5 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. 7 ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. ചാരിയറ്റ് വന്നിട്ടുണ്ട്. ബോട്ടത്തിൽ ദ മജീഷ്യൻ വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഡെത്താണ്. അവിടെ ഒരു എൻഡിങ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു വലിയ ചേഞ്ചാണ് അവിടെ നടക്കുന്നത്. അതായത് എല്ലാം എൻഡാവാനുള്ള ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. അവർ പ്രതീക്ഷിച്ചു പോയത് എന്താണെന്ന് വെച്ചാൽ ഒരു സക്സസ് ആണ്. ഇവിടെ 6 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. അവർ അത്രയും പ്രതീക്ഷയോടെ അവിടെ ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് കിട്ടും എന്ന്. ഇവിടെ 2 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അവിടെ എനിക്ക് അത്രയും ഒരു റെസ്പെക്റ്റും സ്നേഹവും കെയറും ഞാൻ എന്തൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്നു അത്രയും ഒരു സ്വാതന്ത്ര്യവും ഹാപ്പിനെസ്സും ആണ് കിട്ടുന്നത് എന്നുള്ളൊരു ഫീലിങ്ങിലാണ് അവിടെ പോയിരിക്കുന്നത്. അവർ നിങ്ങളോടൊപ്പം ഇരിക്കുമ്പോൾ അവർക്ക് എന്തോ ഒരു സ്വാതന്ത്ര്യമില്ല, അങ്ങനെ ഒരു ഫീലിങ്സ് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. സോ അവിടെ അവർക്ക് എല്ലാ രീതിയിലും അവർ ഹാപ്പി ആയിരിക്കും, സന്തോഷമായിരിക്കും. എപ്പോഴും അടിച്ചു പൊളിച്ച് എപ്പോഴും സന്തോഷം അനുഭവിച്ച് ജീവിക്കാമെന്ന് പ്രതീക്ഷിച്ച് പോയതാണ് അവിടെ. ബട്ട് ഇപ്പോൾ അവിടെ കാണുന്ന 5 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. അവിടെ കുറേ പ്രശ്നങ്ങളും വഴക്കുകളുമാണ്. മാറി മാറി അവർക്ക് എപ്പോഴും വാക്ക് തർക്കങ്ങളും, കണ്ടുമുട്ടുമ്പോഴെല്ലാം അവിടെ പ്രശ്നങ്ങളും ഈഗോയും പരസ്പരം ഗോസിപ്പും, പരസ്പരം അവർക്ക് തമ്മിൽ തന്നെ വിശ്വാസമില്ല, പരസ്പര വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു, പരസ്പരം തമ്മിലടിക്കുന്ന കാർഡ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. മാത്രമല്ല അവിടെ 7 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ചീറ്റിംഗ് എനർജിയുടെ കാർഡ് കാണുന്നുണ്ട്. പരസ്പരം അവർ ചീറ്റ് ചെയ്യുകയാണ്, മറച്ചു വെച്ച് പരസ്പരം അവർ പല കാര്യങ്ങളും ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അതവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അവരെ ഒരു ചീറ്റിംഗ് എനർജിയിൽ പെടുത്തിയതായിരുന്നു എന്നവർ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അവർ പ്രതീക്ഷിച്ചതൊന്നുമല്ല ആ തേർഡ് പാർട്ടി എന്ന് അവരിപ്പോൾ മനസ്സിലാക്കുന്നു. അവർ പെട്ടു നിൽക്കുന്നു എന്നാണ് കാണുന്നത്. അതായത് ചാരിയറ്റ് വന്നിട്ടുണ്ട്. 2 ചോയ്സിൻ്റെ കാർഡാണ്. അവരൊരു 2 ചോയ്സിൽ പെട്ട് നിൽക്കുകയായിരുന്നു. ഇവിടെ 2 ഓഫ് കപ്സും പറയുന്നത് അങ്ങനെ ഒരു എനർജി കൂടെ ഇവിടെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അവരതിൽ പെട്ട് കിടന്ന് നിങ്ങളുടെ സ്നേഹവും വാല്യൂ, നിങ്ങളെന്ന വ്യക്തിയെ, നിങ്ങളുടെ എന്ന റിലേഷൻഷിപ്പിൻ്റെ അത്രയും ഒരു എഫേർട്ട് ഇട്ട നിങ്ങളുടെ ആത്മാർത്ഥതയൊന്നും മനസ്സിലാക്കാതെ ആ ചോയ്സിനെ തേടി പോയി. ഇപ്പോൾ അവർക്ക് കിട്ടുന്നതെല്ലാം പ്രശ്നങ്ങളും ചീറ്റിംഗ് എനർജിയും മാത്രമാണ്. നിങ്ങൾക്ക് എന്ത് ചീറ്റിംഗ് എനർജി അവർ തന്നോ
ആ ഒരു ചീറ്റിംഗ് എനർജി അവിടെ നിന്ന് അവരിപ്പോൾ ഏറ്റുവാങ്ങുന്നു എന്നാണ് കാണുന്നത്. അതാണ് കർമ്മ എന്ന് പറയുന്നത്. നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് നമുക്ക് തിരിച്ചു കിട്ടുമെന്ന് പറയുന്നത്. നിങ്ങൾക്ക് തന്ന ചീറ്റിംഗ് എനർജി ഇപ്പോൾ ആ കർമ്മ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അവർ ചിന്തിക്കുന്നത്. ബോട്ടത്തിൽ ദ മെജീഷ്യനും വന്നിട്ടുണ്ട്, ജസ്റ്റിസും വന്നിട്ടുണ്ട്. ഈ ജസ്റ്റിസ് എന്നെ പറയുന്നത് ആ കർമ്മയുടെ കാര്യമാണ്. ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ നല്ലത് ചെയ്താൽ അത് കിട്ടും, തെറ്റ് ചെയ്താൽ കർമ്മയാണ് ഫേസ് ചെയ്യുന്നത്. സോ ആ കാർഡ് വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. അവർ ജസ്റ്റിസ് ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരിപ്പം നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നിങ്ങളോടൊപ്പം ഒരു ന്യൂ ബിഗിനിങ്സ് വേണം എന്ന് അവരാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും വിഷ്വലൈസ് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇതിലുള്ള പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം ക്ലെയിം ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.